ആ ശിവപുരപ്പെട്ടവരുടെ വീട് എവിടാ? ആ ജോത്സ്യം നോക്കണ തിരുമേനി. അതേടോ. അത് നേരെ കിഴക്കോട്ട് പോയി ആദ്യം കാണുന്ന വലത്തോട്ട് തിരിഞ്ഞാ മതി. ആ വിട്ടോ. ഈ പോലീസുകാരൻ തന്നെ ജോത്സ്യനെ തേടുന്നത്. ആ എന്താ വേണ്ടേ? പേരയുടെ വീട് തന്നെയാണല്ലോ. അതെ. തിരുമേനി ഇല്ലേ? ഉണ്ട്. ഞങ്ങൾ കീരേക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ദേവീക്ഷേത്ര സമിതിക്കാരാ. അവിടെ നടന്ന വിഗ്രഹമോഷണം തിരുമേനി ഒരുപക്ഷെ കേട്ടറിഞ്ഞിട്ടുണ്ടാവും. ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. വിഗ്രഹം തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം. നാട്ടുകാരൊക്കെ ധർമ്മസങ്കടത്തിലാ. അവിടെ എന്താ പോലീസും പട്ടാളം ഒന്നും ഇല്ലേ? അതൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല തിരുമേനി, ഒക്കെ കണക്കാ. നമ്മൾ ആരാണ് പറഞ്ഞേ? ക്ഷേത്ര സമിതി സെക്രട്ടറി. വേഷം കെട്ട് പട്ടേരെ അടുത്ത് വേണ്ട. സത്യം പറടോ, താൻ ആരാ? പോലീസല്ലേ? നിഴല് കണ്ടാൽ ഇവിടെ പറയും വന്ന ദൂതൻ ആരാണെന്ന്. ആ ആളോടാ സ്വന്തം ജോലിയും പേരും പറഞ്ഞ് ജോത്സ്യനെ കാണുന്നത് അത്രയ്ക്ക് അപമാനമാണെങ്കിൽ എന്തിനാ വന്നേ? ക്ഷമിക്കണം, ഒരു തെറ്റു പറ്റിപ്പോയി. കളവ് പ്രശ്നത്തിൽ പോലീസിനെ അങ്ങ് സഹായിക്കില്ലെന്ന് ആരോ പറഞ്ഞു. അതുകൊണ്ട് നുണപ്രശ്നത്തിലും ഞാൻ സഹായിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ചെയ്തു പോയ തെറ്റിന് എന്തു പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. താൻ ആരാ? ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാ, സർക്കിൾ ഇൻസ്പെക്ടർ കുട്ടിക്കിഷ്ടപ്പുതുവാൾ. മോഷണം എന്നാ നടന്നേ? സെപ്റ്റംബർ 9-ാം തീയതി. അത് മലയാള എട്ടരായിട്ട് വരും ശങ്കര. കന്നി 4. ഇന്ന് ദേവപ്രശ്നമുള്ള ദിവസ, അതുകൊണ്ട് മറ്റൊരു കാര്യത്തിനും കവടി തൊടില്ല. ആട്ടെ, ദൈവങ്ങളെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് 108 താഴെ ഒരു സംഖ്യ പറഞ്ഞേ. 72. മീനം. ആരൂഢം മീനമാകുമ്പോ നഷ്ടപ്രശ്നത്തിൽ ഗോചരം എന്താണ് ശങ്കര? അത് ആരുടം, മീനം, മേഹടം, എടവം, മിഥുനം, കർക്കടകം. താനൊക്കെ എന്നാടോ നേരെയാകാൻ പോണേ? നിനക്കറിയോ? നദീസമുദ്ര തീർത്ഥേഷു ദേവബ്രാഹ്മണ ഭൂമിഷു പുണ്യസ്ഥലേതി ചൊല്ലിടാം ആരൂഢ മീനമാക്കിലും. ഈ വണ്ണം കട്ടുപോയൊരു വസ്തുവിൻ സ്ഥിതി ചൊല്ലുക. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുളം, കിണർ, നദി തുടങ്ങിയ സ്ഥലങ്ങള്. അല്ല, ഈ പോഴന്മാരെ അങ്ങനെ പോലീസിൽ എടുക്കുകയാണോ അതോ പോലീസിലായ ശേഷം പോഴന്മാരാകുകയാണോ? ഇതിലേതാ ശരി? എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവ സ്ഥലത്തിന് 100 വാരയ്ക്ക് അടുത്ത് തെളിവ് കിടക്കുമ്പോൾ അത് നോക്കാതെ ഇത്ര ദൂരം വന്ന തന്നെയൊക്കെ പോഴന നല്ലത് എന്താ പറയണ്ടേ? ക്ഷേത്രക്കുളത്തിലോ കിണറ്റിലോ നോക്കിയോ? വിഗ്രഹാലയം കിടപ്പുണ്ടോ തിരുമേനി? സർക്കാർ തരുന്ന ശമ്പളം താനല്ലേ കൈനീട്ടി വാങ്ങണേ? ബുദ്ധിയോ ഇല്ല, ശരീരം കൊണ്ടെങ്കിലും അധ്വാനിക്കടോ. പോയി അന്വേഷിക്ക. ശ്രീകോവിലിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച പാലയ്ക്ക് ഗ്രിപ്പ് കിട്ടാൻ ഉപയോഗിച്ച കടലാസായിരിക്കും. സന്ധ്യായസ്, സ്റ്റാൻഡേർഡ് 7, ക്ലാസ് നമ്പർ 5, SBM സ്കൂൾ.
സ്ഥിരം ഡോക്ടർമാരുടെ വീട്ടിൽ മാത്രം മോഷ്ടിച്ചിരുന്ന നീ എന്തിനാ അമ്പലത്തിൽ കയറിയത്? അത് പിന്നെ സാറേ ഇടയ്ക്ക് ഒരു ചേഞ്ച് ഒക്കെ വേണ്ട. പള്ളി കഴിവരുടെ മകനെ നിനക്ക് ചെക്ക് വേണമല്ലേടാ? നമസ്കാരം സാർ. ആ നമസ്കാരം. നോക്കട്ടെ, ഞാൻ വായിച്ചു നോക്കിയിട്ട് നന്നായിരിക്കട്ടെ. റൈറ്റ്, ഓക്കെ. ആ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു? സീനിയർ ബ്യൂറോക്രാറ്റ്സിന്റെ ഒരു മീറ്റിംഗ് നാളെ വിളിച്ചു കൂട്ടിയിരുന്നില്ലേ? ആ. നാളെ തന്നെ വേണമെന്ന് ചോദിക്കാനായിരുന്നു. വേണം, നിർബന്ധമായും വേണം. അതിൽ യാതൊരു മാറ്റവും ഇല്ല. പ്രോപ്പർ എക്സ്ക്യൂസ് ഇല്ലാതെ ഏതെങ്കിലും ബ്യൂറോക്രാറ്റ് വരാതിരുന്നാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നോക്കിക്കോളാം. ശരി സാർ. ഇനി എത്ര ഉണ്ട്? 3-4 ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ലല്ലോ, അതാ ഇത്രയും പെൻഡിങ്. യെസ് ഉണ്ട്. തുടങ്ങിയോ? ജസ്റ്റ് എ മിനിറ്റ് സാർ. പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. സാർ എത്തില്ലെന്ന്. ഓ ആ അതെ, മാധവൻ തന്നെ. മീറ്റിംഗ് തുടങ്ങി. ആ തുടങ്ങിയോ? നിങ്ങൾ വരുന്നില്ലേ? ഞാൻ വരേണ്ട അത്യാവശ്യം ഉണ്ടോ കുമാര? ഒരുപാട് ഫയൽ നോക്കി തീരാനുണ്ട്. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോളെ. മാധവന് വരാൻ സൗകര്യപ്പെടില്ല. എന്താ കാരണം? സൗകര്യപ്പെടില്ല എന്ന് പറയുന്ന ആളോട് കാരണം നിറക്കേണ്ട കാര്യം എന്ത്? അയാൾക്ക് മൂക്കേറിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇത് കുറെ ആയി. മുളയിലെ നുള്ളുന്നതാ നല്ലത്. നമസ്കാരം. നമസ്കാരം. ദൈവം ഇപ്പോഴും പൂഴിമറ്റം തോമാച്ചന്റെ കൂടെയാണെന്ന് ഉറപ്പായി. എന്റെ പീഡനകാലം കഴിഞ്ഞു മാധവ. ഓ, എനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ റിപ്പോർട്ടിൽ അതൊക്കെ വ്യാജമാണെന്ന് തെളിഞ്ഞില്ലേ? റിപ്പോർട്ട് കിട്ടിയതും ഞാനൊരു കത്ത് അയച്ചിരുന്നു. കിട്ടിയില്ലേ? കിട്ടി. അതിന് നന്ദി പറയാനാണല്ലോ ഞാനിപ്പോ വന്നത്. തീച്ചൂളയിലായിരുന്നു മാധവ ഞാൻ ഇത്രയും ദിവസം. എന്തൊക്കെ അവന്മാർ അസംബ്ലിയിൽ എനിക്കെതിരെ വിളിച്ചു കൂവിയത്. കൊള്ളക്കാരൻ, കള്ളൻ, വ്യഭിചാരി, വാറ്റുരാജാവ്, കഞ്ചാവ് മസ്താൻ. ഓ, പ്രതിപക്ഷത്തെ എരപ്പുകൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കൂട്ടത്തിലുള്ളവർ പുറയുന്നു കുത്തിയപ്പോഴാ ഞാനാകെ തളർന്നു പോയത്. സത്യം പറയാലോ, അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഉടനെ ഞാനങ്ങ് രാജിവെച്ചത്. ഇനി എനിക്കൊരൊറ്റ മോഹമുള്ളൂ മാധവ. ഒരു 4 ദിവസമെങ്കിലും മന്ത്രിയായിട്ട് തിരിച്ചാ കസേരയിലൊന്ന് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് നല്ല അന്തസ്സായിട്ട് ഞാൻ രാജിവെച്ചിറങ്ങിക്കോളാം. ആ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്, മനോഹരമായ ഈ പരസ്യവാചകം നമ്മുടെ ടൂറിസത്തിൻ്റെത്. കേൾക്കുമ്പോൾ ആർക്കും കുറെ കുളിരൊക്കെ തോന്നും. പക്ഷേ ചെകുത്താന്റെ പിടിയിലാണ് ഇന്ന് ഈ രാജ്യം. കഴിഞ്ഞ കുറെ നാളായി നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ദാരിദ്ര്യം പ്രധാന പ്രശ്നമല്ല. തൊഴിലില്ലായ്മയോ വർഗീയതയോ ആരോഗ്യമോ ഒന്നും പ്രശ്നമല്ല. പിന്നെ എനിക്ക് ലഭിച്ച ആകെ നിവേദനങ്ങളിൽ 70% കൂടുതൽ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമായിരുന്നു, അഴിമതിയെക്കുറിച്ച്. അങ്ങ് താഴെ പഞ്ചായത്ത് മുതൽ ഇവിടെ സെക്രട്ടേറിയറ്റ് വരെ അത് വ്യാപിച്ചു കിടക്കുകയാണ്. പവിത്രമായ ദേവസാന്നിധ്യങ്ങൾ പോലും ഇന്ന് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. ദേവസ്വം കമ്മീഷണർ തലകുനിച്ചിട്ട് കാര്യമില്ല. സാർ, യെസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇല്ലാത്ത സംഭവങ്ങളെ ഊതിപ്പെരിപ്പിച്ച് കാട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇന്ന് പത്രക്കാർക്ക് ഒരു ഫാഷനാണ്. വാർത്തകൾക്ക് വേണ്ടി വാർത്ത ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലെ പത്രക്കാരുടെ വെറും ഭാവനാ സൃഷ്ടികളാണ് അങ്ങ് പറയുന്ന ഈ ആരോപണങ്ങളൊക്കെ. നോ, നെവർ. പത്രങ്ങളെക്കുറിച്ചും പത്രധർമ്മങ്ങളെക്കുറിച്ചും നിങ്ങളെക്കാൾ വ്യക്തമായി എനിക്കറിയാം. വാർത്തകളുടെ ഇൻഫ്ലുവൻസിലല്ല, വ്യക്തമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ PWD ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മിസ്റ്റർ അൻവർ അഹമ്മദിന്റെ ഇനി എത്ര ഉദാഹരണങ്ങൾ വേണം? ദേവശില്പിയായ മായാമയൻ തന്റെ മാജിക് ടച്ച് കൊണ്ട് തീർത്ത കൊട്ടാരമൊന്നും അല്ലത്. 365 രൂപ ടേക്ക് ഹോം സാലറി തുടങ്ങി ഇന്ന് 12,000 രൂപ ടേക്ക് ഹോം സാലറിയിൽ എത്തി നിൽക്കുന്ന
ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പണിത രമ്യ ഹർമ്യമാണത്. പറയത്തക്ക ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത ഇദ്ദേഹം ഇക്കഴിഞ്ഞ 23 വർഷക്കാലത്ത് സർവീസിനിടയിൽ സമ്പാദിച്ചത് ഏതാനും ലക്ഷങ്ങൾ മാത്രം. ഈ കൊട്ടാരത്തിന്റെ പിച്ചളയ്ക്കും മാർബിളിനും വേണ്ടി മാത്രം 30 ലക്ഷം രൂപ മുടക്കിയപ്പോൾ ആകെ ചെലവായത് 1.25 കോടി രൂപ. നെക്സ്റ്റ് 1.25 കോടിയോളം ചെലവായ ഈ കൊച്ചു വീട്ടിനിട്ടിരിക്കുന്ന പേര് ശ്രേയസ്. ലഹരി എന്ന പേരായിരിക്കും ഇതിന് കൂടുതൽ യോജിക്കുക. പേരിൽ നിന്ന് തന്നെ ആളിന്റെ പദവി വ്യക്തമാണല്ലോ. നേരും നെറിയും കെട്ട ഇവിടുത്തെ മദ്യ വ്യവസായികൾ ഔദാര്യത്തിൽ കെട്ടിപ്പടുത്ത ഈ സ്മാരകത്തിന് ലഹരി എന്നല്ലാതെ മറ്റെന്ത് പേരാണ് ചേരുക? ഔദ്യോഗിക തലങ്ങളിൽ NGOസും ജിയോസും തമ്മിൽ അന്തരമുണ്ടെങ്കിലും അഴിമതി മേഖലയിൽ അവർ ഒപ്പത്തിനൊപ്പം തന്നെയാണ്. പ്രതിമാസം 5000 രൂപയിൽ കുറഞ്ഞ ശമ്പളം പറ്റുന്ന ഒരു NGOയുടെ വകയായ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ അയാൾക്ക് ആകെ സഹിക്കേണ്ടി വന്നത് 1.5 വർഷക്കാലം വാളയാർ ചെക്ക് പോസ്റ്റിലെ വെയിലും മഞ്ഞും കൊള്ളേണ്ടി വന്നു. അത്രേ ഉള്ളൂ. ആ 18 മാസത്തെ ത്യാഗത്തിന് പ്രതിഫലമായി അത് ഉറപ്പിച്ചു കൊടുത്ത രാഷ്ട്രീയക്കാരൻ അയാൾ കൊടുത്തത് 10 ലക്ഷമാണെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ടാക്സ് ഇനത്തിൽ നഷ്ടം വന്നത് 1 കോടിയിൽ പരം രൂപയാണ്. ഇതിലൊന്നും ഒട്ടും അതിശയോക്തി ഇല്ല മിസ്റ്റർ അൻവാർ സാഹിബ്. ലിസ്റ്റ് മുഴുവൻ പറയണമെങ്കിൽ ഈ നൂറ്റാണ്ട് തികയാതെ വരും. ഈ വിഷപ്പാമ്പുകൾക്കിടയിലുമുണ്ട് എത്രയോ നല്ലത്. കടുത്ത സമ്മർദ്ദമുണ്ടായാൽ പോലും വഴങ്ങാത്ത, ജോലിയെ ധർമ്മമായി കാണുന്നത്. സത്യത്തിൽ അവരുടെയൊക്കെ പുണ്യം കൊണ്ടാണ് ഈ മേൽക്കൂരയൊക്കെ ഇടിഞ്ഞു വീഴാതെ എപ്പോഴും നിലനിൽക്കുന്നത്. ഇതിനൊരു അവസാനം കണ്ടേ തീരൂ. നിയമസഭാ സാമാജികനല്ലാത്ത മുഖ്യമന്ത്രിയായ ഞാൻ നേരിടാൻ പോകുന്ന ബൈ-ഇലക്ഷന് മുമ്പ് ഇറക്കുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ടല്ലേ ഇതെന്ന് നിങ്ങളിൽ പലർക്കും സംശയം തോന്നിയിരിക്കാം. പക്ഷെ എന്നെ അറിയുന്നവർക്ക് നന്നായിട്ടറിയാം ഞാൻ പറയുന്നത് പ്രവർത്തിക്കുന്നവനാണോ അല്ലയോ എന്ന്. 50 വർഷക്കാലമായി സ്വതന്ത്ര ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക അങ്ങ് ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ ഉയരുമ്പോൾ അതിന്റെ തണലിൽ നിന്ന് സഹസ്രകോടി ജനങ്ങളെ നോക്കി ഉരുവിട്ടുകൊണ്ടിരുന്ന പഴയ മഹാന്മാരുടെ അർത്ഥമില്ലാത്ത വാഗ്ദാനം പോലെയല്ല, മറിച്ച് അഴിമതിയെ തുടച്ചു നീക്കാൻ കരുത്തും ചങ്കൂറ്റവുമുള്ള ഒരു രാജ്യസ്നേഹിയുടെ മനസ്സിൽ തട്ടിയ ഉറച്ച തീരുമാനമാണ്.